സംഗതിയൊക്കെ കുഴപ്പമായി. ആദ്യം പിരിച്ചുവിട്ട അനിയത്തി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനെ അതെനിക്ക് നേരത്തെ അറിയാവുന്ന. എല്ലാരും ഞങ്ങളുടെ യൂട്യൂബ് ചാനല് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചേച്ചിയും അനിയത്തിയും എന്തൊരു സ്നേഹം അല്ലെ, എന്തൊരു ഒരുമ. ഇത്രയും സ്നേഹനിധികളായിട്ട് സിബ്ലിങ്സിനെ വേറെ എവിടെ കിട്ടും അല്ലെ. പക്ഷെ ഇതെല്ലാം റീൽ എടുക്കാൻ വേണ്ടിയുള്ള പിരിച്ചുടെ വെറും അഭിനയം മാത്രമാണെന്നാണ് അനിയത്തി പറയുന്നത്. ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. വീഡിയോ കണ്ടു മാത്രം എന്റെ ഉപദ്രവിച്ചു. എന്റെ പേര് എന്റെ കഴിവ് കാണിച്ചു പറിച്ചത് ചെയ്യാൻ പറ്റില്ല. എന്നെ ഹോസ്പിറ്റലിൽ പോലെ കാണിക്കൊണ്ടുപോയില്ല. ഇവിടെ പാട്ട് വെച്ച് സന്തോഷിച്ചിട്ട് കൊച്ചിലെ മുതൽ ഞാനും എന്റെ അനുഭവം വീടുകളെ കാണുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ മേലെ മുഴുവനും പാടാൻ കൂടുതലും കണ്ണൊക്കെ പറിച്ചെന്റെ മൂടിയൊക്കെ പിടിച്ചു പോയി. ആരും ഇതുവരെ അടുത്തിരുന്നത് എല്ലാ കണ്ടിട്ട് വേണ്ടിട്ട് ചെയ്തവരെ എല്ലിന്റെ ഇടയിൽ വറ്റു കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ. പറഞ്ഞു വരുമ്പോ നാറാണത്തെ ഭ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും. കണ്ടല്ലോ, ഞങ്ങളുടെ വീഡിയോകൾ കണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നൊന്നും ആരും വിചാരിക്കരുത്. അതെല്ലാം വെറും കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണെന്നാണ് മറിയ അവസാനം പറഞ്ഞത്. ചെറുപ്പം തൊട്ടേ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്താ കഥ അല്ലേ. തനിക്ക് നാണല്ലേ പെങ്കൊച്ചുങ്ങളെ എങ്ങനെ ശല്യപ്പെടുത്താൻ? ബിൻസി എന്താണ് ഡ്രാക്കുളയാണോ? അല്ലെ, സിബ്ലിങ്സ് ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അടിയും വഴക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികം. പക്ഷെ ഇതൊക്കെ ഒരു പ്രായം വരെ ഉണ്ടാവത്തുള്ളൂ. ആ പ്രായം കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആരും ഇമാതിരി പരിപാടിക്കൊന്നും പോകൂല. ബിൻസിക്ക് 10-30 വയസ്സായി, അനിയത്തി ആണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു. ഇത്രയും പ്രായമുള്ള ഒരാൾ വന്നിട്ട് എന്നെ ഇടിച്ച് കടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവസ്ഥ? നിന്നെ വേദന അനുഭവിപ്പിക്കാന്നുള്ള എന്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് റീൽസിലൊക്കെ അവർ രണ്ടാളും കെട്ടിമാറുന്ന കണ്ടാൽ തോന്നും രണ്ടാളും തമ്മിൽ ഒടുക്കത്തെ സ്നേഹമാണെന്ന്. അനിയത്തിയെ ഭീഷണിപ്പെടുത്തിയാണ് റീൽസ് എല്ലാം എടുക്കുന്നതെന്ന് തോന്നുന്നു. ദൈവത്തിനറിയാം. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോകരുത്. അത് ശത്രുവിന്റെ ബലം കൂട്ടും. നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും പിന്മാറും.